സംസ്ഥാനത്ത് വാർഡ് വിഭജന നടപടികൾ പുരോഗമിക്കുമ്പോൾ വീണ്ടും ചർച്ചയായി പട്ടം കോളനി ഗ്രാമപഞ്ചായത്ത് രൂപീകരണം. തൂക്കുപാലം ആസ്ഥാനമാക്കി പഞ്ചായത്ത് രൂപീകരിക്കണമെന്നുള്ളത് നാളുകളായുള്ള മേഖലയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് ഇത്തവണയെങ്കിലും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നിലവിൽ 3 ഗ്രാമപഞ്ചായത്തുകളിലായാണ് പട്ടം കോളനി മേഖല സ്ഥിതി ചെയ്യുന്നത്. പാമ്പാടുംപാറ, നെടുങ്കണ്ടം, കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളാണ് പട്ടം കോളനി മേഖലയെ വിഭജിക്കുന്നത്. ഇതുമൂലം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൂക്കുപാലം ടൗണിന്റെ വികസനം തന്നെ പ്രതിസന്ധിയിലാണ്. ഇതിനോടൊപ്പം രാമക്കൽമേട് താമസിക്കുന്ന ഒരാൾക്ക് ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നെടുങ്കണ്ടത്തോ അല്ലെങ്കിൽ കൂട്ടാറ്റിലോ എത്തേണ്ട അവസ്ഥയാണ്. എന്നാൽ തൂക്കുപാലം ആസ്ഥാനമാക്കി പഞ്ചായത്ത് രൂപീകരിച്ചാൽ ഈ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. തൂക്കുപാലം കേന്ദ്രമാക്കി പട്ടം കോളനി പഞ്ചായത്തിന്റെ ആസ്ഥാനം തൂക്കുപാലമാക്കിക്കൊണ്ട് ഒരു പുതിയ പഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ടാൽ സർക്കാർ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത് അടക്കം, PHSC അടക്കം, ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അടക്കം തൂക്കുപാലം കേന്ദ്രീകരിച്ചുണ്ടാകുമ്പോൾ അത് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ സർക്കാരിൽ നിന്ന് ആവശ്യമായി വരുന്ന നിരവധി കാര്യങ്ങൾക്ക് ആയാസരഹിതമായി നടപ്പിലാക്കുന്നതിന് കഴിയുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ജനങ്ങൾ നിരവധി വർഷങ്ങളായി ആവശ്യപ്പെടുന്ന, ജനപ്രതിനിധികൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന പട്ടം കോളനി പഞ്ചായത്ത്, ചരിത്രമുറങ്ങുന്ന പട്ടം കോളനി പ്രദേശത്ത് ഇക്കുറി സഫലമാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങളോടൊപ്പം ഞങ്ങൾ ജനപ്രതിനിധികൾക്കും. വാർഡ് വിഭജന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.